നമസ്കാരം. കണ്ണൂരിലെ ചുവന്ന കോട്ടയിൽ വിള്ളൽ. CPM-ൽ ഉയരുന്ന വിമർശനങ്ങളും അസ്വാരസ്യങ്ങളും പുറത്തേക്ക്. പാർട്ടിയിൽ പൊട്ടിത്തെറി. ഒരു കാലത്തെ വിമർശനങ്ങൾ പോലും പാർട്ടി വേദിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന CPM-ൽ ഇന്ന് പരസ്യമായ ചോദ്യങ്ങൾ ഉയരുകയാണ്. പയ്യന്നൂരും തളിപ്പറമ്പും പോലുള്ള പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം, നേതൃത്വ ശൈലി, സംഘടനാ പ്രവർത്തനം എന്നിവയെ ചൊല്ലിയുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. പാർട്ടി തലത്തെ അവലോകനത്തിന് പിന്നാലെയും വിമർശനം തുടരുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആരുടെ തെറ്റ്, ആരു തിരുത്തും? നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ പല തലത്തിൽ ഉയരുമ്പോൾ പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ പരാജയവുമായി ബന്ധപ്പെട്ട് CPM-ലെ അഭിപ്രായ വ്യത്യാസം പുറത്തുവരുന്നു. വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ തടസ്സമില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് വിവാദത്തിന് കാരണമായത്. പാർട്ടി വിട്ടവർ വർഗവഞ്ചകർ തന്നെയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണിശമായി തിരുത്തിയതോടെ ജയരാജൻ മലക്കം മറിഞ്ഞു. എന്തു തെറ്റാണ് ചെയ്തതെന്ന് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ചോദിച്ചു. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ട് എന്നതിന്റെ സൂചനയാണ് പുറത്തുവരുന്നത്. ഓരോരുത്തർ അവിടെയും ഇവിടെയുമായി ഓരോ ചാനലിൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് കടുപ്പിച്ചാണ് MV ഗോവിന്ദൻ ജയരാജനെ തള്ളിയത്. പാർട്ടിയുടെ ഭാഗമായല്ല അദ്ദേഹം സംസാരിച്ചതെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തിരുത്തുന്നില്ല എങ്കിൽ അവർ വർഗവഞ്ചകർ തന്നെയാണ് എന്ന് MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് ശേഷം ജയരാജൻ സ്വയം തിരുത്തി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവും PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും ഈ MLA-മാർ തയ്യാറാകുമോ എന്നും, വർഗവഞ്ചകനാണ് തുടരുന്നതെന്നും, ഇതൊന്നും ചെയ്യാത്തിടത്തോളം കാലം ജനം അങ്ങനെ തന്നെ കരുതുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. തിരുത്തുന്നില്ല എങ്കിൽ അവർ വർഗവഞ്ചകർ തന്നെയാണെന്ന് MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് ശേഷമാണ് ജയരാജൻ സ്വയം തിരുത്തിയത്. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ തുടർച്ചയായ ഭരണകാലത്ത് സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരവും സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘടനാ തലത്തിലെ അസംതൃപ്തിയും ഒരുമിച്ചാണോ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതെന്നതാണ് പ്രധാന ചോദ്യം. നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഘടകങ്ങളുടെ സംയുക്ത ഫലമായാണ് തിരിച്ചടിയെ വിലയിരുത്തുന്നത്. പാർട്ടിക്കുള്ളിൽ ഉയരുന്ന മറ്റൊരു വിമർശനം തീരുമാനമെടുക്കൽ പ്രക്രിയയെക്കുറിച്ചാണ്. നിർണായക തീരുമാനങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതമായോ, താഴെത്തട്ടിലെ അഭിപ്രായങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ലയോ എന്ന ചോദ്യങ്ങൾ വിമത നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കാര്യങ്ങളിൽ CPM നേതൃത്വം പൊതുവെ വാദിക്കുന്നത് എല്ലാ തീരുമാനങ്ങളും പാർട്ടിയുടെ കൂട്ടായ സംവിധാനങ്ങളിലൂടെയാണ് എടുക്കുന്നതെന്നുള്ളതാണ്. അതിനാൽ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അവകാശവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമത സ്ഥാനാർത്ഥികളുടെ വിജയം വെറും 2 മണ്ഡലങ്ങളിലെ തോൽവി മാത്രമായിരുന്നില്ല. സംഘടനയുടെ ഏറ്റവും ശക്തമായ കോട്ടുകളിൽ നിന്ന് തന്നെ അസംതൃപ്തി പുറത്തുവന്നുവെന്ന രാഷ്ട്രീയ മുന്നറിയിപ്പാണ് അത് നൽകിയത്. ഇതോടെ പാർട്ടി നേതൃത്വവും പ്രവർത്തകരും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചും ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ചും വീണ്ടും ചർച്ചകൾ ശക്തമായി. CPM ഒരാളിലേക്ക് മാത്രം ചുരുങ്ങി എന്നത് തന്നെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പാടെ മാറി എന്നതിന്റെ പച്ചയായ യാഥാർത്ഥ്യം തുറന്നുകാട്ടുകയാണ്. കണ്ണൂരിലെ ചുവന്ന കോട്ടയിൽ ഉയർന്നിരിക്കുന്ന ഈ ചോദ്യങ്ങൾ 2 മണ്ഡലങ്ങളുടെ കഥ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ കെട്ടുറപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഉയർത്തുന്നത്. ഈ വിമർശനങ്ങളെ തിരുത്തുന്നതിനുള്ള അവസരമായി CPM കാണുമോ, അതോ താൽക്കാലിക അസ്വാരസ്യമായി തള്ളിക്കളയുമോ എന്നതാണ് ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. കാരണം ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ദുർബലമാക്കുന്നത് പലപ്പോഴും പുറത്തെ എതിർപ്പുകളല്ല, അകത്തുനിന്നുയരുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികളാണ്, അല്ലെങ്കിൽ ഇല്ലാത്ത ഉത്തരങ്ങളാണ്.